സ്നേഹം നിറഞ്ഞവരെ, സ്വർഗരാജ്യത്തെ വയലിൽ ഒളിച്ചിരിക്കുന്ന നിധിയായും അമൂല്യ രത്നമായും ഒക്കെ ഉപമിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുക. ഒളിച്ചിരിക്കുന്ന നിധി കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. നമ്മളൊക്കെ കുഞ്ഞുനാളിൽ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാകും. നിധി അന്വേഷിച്ചിറങ്ങുന്ന കൂട്ടുകാരുടെ കഥകൾ. ഹോളിവുഡ് സിനിമകളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് കഥകളുള്ള സിനിമകളുണ്ട്. കൂട്ടുകാർ ചേർന്ന് നാടും വീടുമൊക്കെ വിട്ട് പാദങ്ങൾക്കപ്പുറമുള്ള നിധി അന്വേഷിച്ചിറങ്ങുന്ന ഒരുപാട് സിനിമകൾ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ട്രഷർ ഹണ്ട് ഇതിൽ പങ്കെടുത്തവരോ അത് കണ്ടവരോ സംഘടിപ്പിച്ചവരൊക്കെ ആകാം. ഇതിലെല്ലാത്തിലും പൊതുവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ഒളിഞ്ഞിരിക്കുന്ന നിധി അത് കണ്ടെത്താനായിട്ട് ഇവരെ സഹായിക്കുന്ന ഒരു മാപ്പ്. അല്ലെങ്കിൽ ഈ നിധി തേടിയുള്ള യാത്രയിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റക്കായി പോകുമ്പോൾ എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണം, ഏത് ദിശയിൽ പോകണമെന്നൊന്നറിയാതെ ഇങ്ങനെ പ്രതിസന്ധിയിലായി നിൽക്കുമ്പോൾ അവരെ സഹായിക്കുന്ന ചില ക്ലൂകളൊക്കെ അടങ്ങിയ എന്തെങ്കിലും ഒരു ഭൂപടമോ അല്ലെങ്കിൽ ചെറിയ ചില കുറിപ്പടികളൊക്കെ അവരുടെ കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിധി തേടി ഇറങ്ങുമ്പോൾ നമുക്കും സഹായകമായ ഒരു മാനുവൽ നൽകിയിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോയത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സ്റ്റക്കായി പോകുമ്പോൾ ഏത് ദിശയിലേക്ക് പോകണം, എങ്ങോട്ട് തിരിയണം, അടുത്ത ചുവട് എങ്ങനെ വെക്കണമെന്നറിയാതെ നിന്നു പോകുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ഒരു കുറിപ്പടി, ഒരു മാനുവൽ, സുവിശേഷം, വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു മാനുവൽ ഈ അമൂല്യമായ നിധിയെ കണ്ടെത്താനായിട്ട് നമ്മെ സഹായിക്കും. എൻ്റെ മനസാക്ഷിയാണ് എൻ്റെ മാനുവൽ എന്ന മാസ സിനിമ ഡയലോഗൊക്കെ നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തകൾക്കും കഴിവുകൾക്കും അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് കർത്താവ് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും നമ്മളെ സഹായിക്കാനായിട്ട് ഈ അമൂല്യമായ നിധി കണ്ടെത്താനായിട്ട് ഒരു മാനുവൽ ദൈവം നമുക്ക് നൽകിയത്. രണ്ടാമതായിട്ട്, ഈ കണ്ടെത്തുന്ന നിധിയുടെ മൂല്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ വില മനസ്സിലാകുമ്പോഴല്ലേ നമ്മളെല്ലാം ഉപേക്ഷിച്ച് അത് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുകയുള്ളൂ. നമ്മളൊക്കെ ഒരുപാട് കേട്ട് തഴമ്പിച്ച ഒരു കഥയില്ലേ, പുലരിയുടെ അരണ്ട വെളിച്ചത്തിൽ പുഴയോരത്തിരിക്കുന്ന ഒരു യുവാവ് തൻ്റെ അരികത്ത് ഒരു സഞ്ചി കാണുകയും അതിലൊരുപാട് ഉരുളൻ കല്ലുകൾ അദ്ദേഹം കാണുന്നു. പതിയെ നേരം പോകാനായിട്ട് അതിൽ ഓരോ കല്ലും എടുത്ത് അദ്ദേഹം പുഴയിലേക്ക് എറിയുകയാണ്. ഓരോ കല്ലും വെള്ളത്തിൽ വീഴുന്ന ശബ്ദം കേട്ട് അദ്ദേഹം ഇങ്ങനെ രസിക്കുന്നുണ്ട്. പതിയെ പ്രഭാതമാകുന്നുണ്ട്, വെളിച്ചം വരുന്നുണ്ട്. തൻ്റെ കയ്യിലെ അവസാനത്തെ കല്ല് അവശേഷിക്കുമ്പോഴാണ് താൻ അത്രയും നേരം എറിഞ്ഞത് വെറും കല്ലുകളായിരുന്നില്ല, അമൂല്യങ്ങളായ രത്നങ്ങളായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് അദ്ദേഹം ഓടുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള നിധിയുടെ മൂല്യം മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതല്ലേ. അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അൽബേനിയക്കാരിയായ ഒരു യുവതി ഒരു വിദ്യാലയത്തിൽ അധ്യാപികയായും പ്രധാന അധ്യാപികയായും മഠത്തിൻ്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ സുരക്ഷിതയായും ഒക്കെ നിന്നിരുന്നവൾ കൽക്കത്തയിലെ തെരുവുകളിലേക്ക് അരക്ഷിതാവസ്ഥയിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് ധൈര്യം കാണിച്ചത് യഥാർത്ഥത്തിലുള്ള നിധിയുടെ മൂല്യം മനസ്സിലാക്കിയത് കൊണ്ടാണ്. യഥാർത്ഥത്തിലുള്ള നിധി കണ്ടെത്തിയത് കൊണ്ടാണ് അസീസിയിലെ പ്രഭു കുടുംബത്തിൽ ജനിച്ചൊരു യുവാവ് തൻ്റെ പിതാവിൻ്റെ സകല സ്വത്തുക്കളുടെയും ഏക അവകാശി ആഡംബരങ്ങളും അവകാശങ്ങളും ഉപേക്ഷിച്ച് ഭിക്ഷക്കാരുടെ വസ്ത്രവും അണിഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങി ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിച്ചത്. യഥാർത്ഥത്തിലുള്ള നിധി കണ്ടെത്തിയത് കൊണ്ടാണ് അജന ജോർജ് എന്ന യുവതി തനിക്ക് ജീവിതത്തിൽ മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാന വേണമെന്ന് വാശി പിടിച്ച് കരഞ്ഞത്. പ്രിയമുള്ളവരെ, യഥാർത്ഥ നിധിയായ ക്രിസ്തുവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ. അത് നേടിക്കഴിയുമ്പോൾ നമ്മളായിരിക്കുന്ന ഇടം അത് സ്വർഗമായി തീരും. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.